ശ്രീവിനായകനാണ് ട്രാക്ക് 1-ൽ. ട്രാക്ക് 2-ൽ പായിപ്പാടൻ KBC ആൻഡ് SFBC കുമരകം തുഴയുന്ന പായിപ്പാടൻ ചുണ്ടൻ രണ്ടാമത്തെ ട്രാക്കിൽ. മൂന്നാമത്തെ ട്രാക്കിൽ മഹാദേവിക്കാട് കാട്ടിൽ തെക്കേതിൽ പോലീസ് ബോട്ട് ക്ലബാണ്. 2018 മുതൽ നടാട് നെഹ്റു ട്രോഫിയിൽ പോലീസ് ബോട്ട് ക്ലബ് കാട്ടിത്തെക്കേതിൽ വന്ന് അന്ന് റണ്ണറപ്പായെങ്കിൽ ഇതാ 2023 മഹാദേവിക്കാട് കാട്ടിത്തെക്കേതിൽ കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി വിന്നർ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് നെഹ്റു ട്രോഫി സമ്മാനിച്ചവൻ അവൻ വരികയാണ്. മഹാദേവിക്കാട് കാട്ടിത്തെക്കേത് 10ാം നമ്പർ വള്ളം TR സുരേഷ് മുത്തുച്ചിപ്പി വീട് നടുവിലെ ഭാഗം വൈക്കം ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ 2015 നീരണിഞ്ഞ് 15, 16, 17, 18 ഒക്കെ നെഹ്റു ട്രോഫിയുടെ ഫൈനൽ കളിച്ച് കഴിഞ്ഞ വർഷം ആദ്യമായി മഹാദേവിക്കാട് കാട്ടിത്തെക്കേതിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടെങ്കിൽ ഇതാ 3ാം ട്രാക്കിലെ മഹാദേവിക്കാട് കേരള പോലീസ് ബോട്ട് ക്ലബിന്റെ കായിക കരുത്ത് നമ്മളൊന്ന് കണ്ടു നിൽക്കുമ്പോൾ 2ാം ട്രാക്കിലെ പായിപ്പാടൻ പിടിവിടുന്നില്ല. പായിപ്പാടന് ചരിത്രമുണ്ട്. നെഹ്റു ട്രോഫി 2002 നീരണിഞ്ഞതിന് ശേഷം 2005, 2006, 2007 പായിപ്പാടൻ Kpbc ഹട്രിക് എടുത്ത വള്ളമാണ്. അങ്ങനെ ചരിത്രമുറങ്ങുന്ന വള്ളമാണെങ്കിൽ ഏതാണ്ട് ഒരു അരമുക്കാ വള്ളപ്പാടിന് മഹാദേവിക്കാട് കാട്ടിത്തെക്കേതിൽ ഈ പുന്നമടക്കായലിന്റെ 69ാമത് വർഷം കീഴടക്കുന്ന കാഴ്ച. 3ാം ഹീറ്റ്സ് അതിദ്രുത വേഗത്തിൽ 3ാം ട്രാക്കിലൂടെ മഹാദേവിക്കാട് കാട്ടിത്തെക്കേതിൽ കുതിക്കുമ്പോൾ തുടർന്നുള്ള വിവരണത്തിൽ അവർക്കൊരു ഏകപക്ഷീയമായ ഒരു മുന്നോക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഏകപക്ഷീയത, ആ കരുത്ത് മറ്റു ശക്തരല്ലാത്തത് ഇവരുടെ ഫൈനൽ മത്സരത്തെ ബാധിക്കുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. കാരണം ഒപ്പത്തിന് വള്ളമില്ലെങ്കിൽ ആ വള്ളത്തിന്റെ ഒരു ആവേശം തുഴച്ചിക്കാർക്കൊന്ന് കുറയും. ആ ഇടിനാദത്തിന്റെ മുടക്കത്തിന് ഒരു അല്പം താളമെന്ന് പറഞ്ഞ് തീർച്ചയായും അതായത് ഹീറ്റ്സ് മത്സരങ്ങളിൽ ശക്തമായ എതിരാളികൾ കിട്ടുന്നതാണ് ഫൈനലിൽ ലഭിക്കാനുള്ള ഏറ്റവും നല്ല സാധ്യത. കാരണം ഇത് മത്സരം ആദ്യം എത്തുന്നു എന്ന് മാത്രമല്ല കുറഞ്ഞ സമയം കുറിക്കുന്നതാണ്. ഹീറ്റ്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എതിരാളികൾ പതിയെ തുഴയുന്നവരാണെങ്കിൽ നമ്മളും പതിയെ തുഴഞ്ഞു പോകുന്ന സാധ്യത ഉണ്ടാവും. മറ്റേത് കുറെ കൂടെ വാശിയോടുകൂടി മത്സരിക്കും. നമ്മൾ ചില വള്ളങ്ങളൊക്കെ കണ്ടില്ലേ നേരത്തെ, പാട്ടും പാടി വരുന്ന വള്ളങ്ങൾ. അതുപോലെ മത്സരിക്കാൻ നിന്നാൽ ഒരു സാധ്യതയും നമുക്ക് ഫൈനലിൽ കാണേണ്ടതില്ല. പക്ഷേ ഇതായിട്ട് അടുത്ത് കിടക്കുന്ന ഹരിപ്പാടിന്റെ ഒരു പ്രദേശം അവർക്ക് വലിയ ആവശ്യമാണ്. കാരണം ഈ കുട്ടനാട്ടുകാരാണ് ഈ വള്ളത്തിലൊക്കെ തുഴയുന്നതെങ്കിലും കുട്ടനാട്ടിലൊന്നും ചുണ്ടൻ വള്ളമൊന്നും അധികം ഉണ്ടാവില്ല. എല്ലാ ചുണ്ടൻ വള്ളങ്ങളും അങ്ങ് പായിപ്പാടും കാരിച്ചാലും ചെറുതനയും വലിയ ദിവാഞ്ചിയും പാണ്ടിയും കരുവാറ്റ ശ്രീവിനായകരും മഹാദേവിക്കാടും ഒക്കെയും ആ ഹരിപ്പാട് ആ പ്രദേശത്താണ്. വിയപുരത്തിന് അപ്പുറത്തേക്കാണ് ഈ വള്ളമൊക്കെ ഇരിക്കുന്നത്. കുട്ടനാട്ടുകാരുടെ കൈക്കരുത്തിൽ അവർ വള്ളം പണിയും, നമ്മൾ കൊണ്ടുവന്ന് തുഴയും, ജയിച്ചും ട്രോഫി അവർക്ക് കൊടുക്കും. ഇതാണ് ഒരു രീതി. അതുകൊണ്ട് ആ കുട്ടനാട്ടുകാർക്ക് എങ്ങനെ എടുത്തു പറയാനായിട്ട് വള്ള മലബാറും ചമ്പക്കുളവും ഒക്കെ പോലെയുള്ള ഒരു പ്രോപ്പർ കുട്ടനാട് എന്ന് പറഞ്ഞാൽ അത്തരം സ്ഥലത്തുള്ള വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതായാലും അവരുമൊന്നും കഴിഞ്ഞിരിക്കുന്നു. ഫിനിഷിംഗ് പോയിന്റോട് ഫിനിഷിംഗ് ലൈനിലേക്ക് ആ വള്ളം കാട്ടിത്തെക്കേതിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാട്ടിൽത്തെക്കേതിൽ അവർ വള്ളപ്പാടുകൾക്ക് മുന്നിൽ അവർക്ക് അടുത്ത് പോലും വള്ളമില്ല. ഈ ദൃശ്യമൊന്ന് ഈ ഒരു ക്യാമറ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ അവരുടെ അടുത്ത് പോലും ഒരു വള്ളമില്ല. അങ്ങനെ ഏകപക്ഷീയമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വെങ്കല പ്രതിമയെ ലക്ഷ്യമിട്ടുകൊണ്ട് അവർ ആ വള്ളം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം പിന്നാലെ വരുന്ന പായിപ്പാടിന് അത്ര മോശമൊന്നുമല്ല. കാരണം 2005, 2006, 2007 കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ കൈക്കരുത്തിൽ ഹാട്രിക് വിജയം.